കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ആസ്ഥ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നടന്നു. രാവിലെ 10 മണിക്കാണ് ട്രെയിൻ യാത്ര തിരിച്ചത്. 20 കോച്ചുകളുള്ള ട്രെയിനിൽ 972 യാത്രക്കാരാണുള്ളത്. 12-ന് പുലർച്ചെ 2 മണിക്ക് ട്രെയിൻ അയോധ്യയിലെത്തും. 13-ന് പുലർച്ചെ 12:02-ന് അയോധ്യയിൽ നിന്ന് തിരിച്ച് 15-ന് രാത്രി 10:45-ന് കൊച്ചുവേളിയിൽ തിരികെ എത്തുന്ന രീതിയിലാണ് ആസ്ഥ ട്രെയിനിൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് 3300 രൂപയാണ്. ട്രെയിനിന് വിവിധ സ്റ്റേഷനുകളിൽ BJP സ്വീകരണം നൽകും. BJPയുടെ നേതൃത്വത്തിലാണ് അയോധ്യ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റിനുള്ള പണം യാത്രക്കാർ നൽകണം. ഭക്ഷണം, താമസം, ദർശനം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ പാർട്ടിയാണ് നൽകുക. കൊച്ചുവേളിയിൽ നിന്ന് യാത്ര തിരിച്ച ട്രെയിനിന് ഫ്ലാഗ് ഓഫ് ചെയ്തത് മുൻ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ഒ രാജഗോപാലാണ്. BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ ട്രെയിൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് സ്വീകരിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായതിന് പിന്നാലെ സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര സംഘടിപ്പിക്കുമെന്ന് BJP നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാർച്ച് 25 വരെ ദിവസവും 1,00,000 പേരെ രാമക്ഷേത്രത്തിലെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രത്യേക യാത്ര സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 1000 പേരെയാണ് പങ്കെടുപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അയോധ്യ സജീവ ചർച്ചയാക്കാൻ ലക്ഷ്യമിട്ടാണ് യാത്ര. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.